സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. കുറ്റകൃത്യത്തിൽ കുട്ടിയുടെ പങ്ക് അന്വേഷണത്തിൽ വ്യക്തമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥിയെ പ്രതി ചേർക്കും. കേസിലെ പ്രതികളിൽ ഒരാൾ അടുത്ത സുഹൃത്താണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. മൊബൈൽ ഫോണിൽ നിന്ന് ഷഹവാസുമൊത്തുള്ള ഫോട്ടോകൾ ലഭിച്ചു. കുറ്റകൃത്യത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സജീവ് സി വാര്യർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സജീവ്, ഈ ഷഹവാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരടുത്ത സുഹൃത്തിന് പങ്കുണ്ട് എന്ന് ഷഹവാസിൻ്റെ പിതാവ് തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. അവരൊന്നിച്ചുള്ള ചിത്രങ്ങളൊക്കെ, ഫോട്ടോകളൊക്കെ നേരത്തെ പോലീസിനും ലഭിച്ചിരുന്നു. നിലവിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടല്ലോ. നിലവിൽ എത്ര പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ളത്? ടോം, ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഇപ്പോഴുള്ള 5 പേര്, ഇന്നൊരു 6ാമത്തെ ആളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. അത് കഴിഞ്ഞ് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ, അതായത് സംഘം ചേർന്ന് മർദ്ദിക്കാനുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ ഇവരുടെ ഫോണിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇവർ പരസ്പരം അയച്ച വോയിസ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതോടൊപ്പം അവരുടെ ഫോട്ടോസ്, മറ്റു തരത്തിലുള്ള സന്ദേശങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. അതിലെല്ലാം തന്നെ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്ക് ഇവർ സന്ദേശങ്ങൾ അയച്ച മറ്റ് വിദ്യാർത്ഥികളെ കൂടി ചോദ്യം അതായത് മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മൊഴിയെടുക്കലിന് ശേഷം അവരുടെ പങ്ക് തെളിയുന്ന ഘട്ടത്തിൽ അവരെയും കസ്റ്റഡിയിലെടുക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം മുഹമ്മദ് ഇക്ബാൽ, ഇപ്പോൾ മരിച്ച ഷഹബാസിൻ്റെ പിതാവ്, ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുതിർന്നവരുടെ കൂടി ആസൂത്രണത്തിലാണ് ഈ കൊലപാതകം നടന്നത്, ഈ ആക്രമണം നടന്നത് എന്ന് വ്യക്തമാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അത് പോലീസും ഇപ്പോൾ ശരിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ TP കേസ് പ്രതിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയുടെ മകൻ ഈ കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിന് മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. നേരത്തെ ജയിലിൽ കിടന്ന ആളാണ്. ജയിലിൽ വെച്ചാണ് TP കേസ് പ്രതിയുമായി ബന്ധം ഉണ്ടാകുന്നത്. അതിനുശേഷം പരോളിലിറങ്ങിയ ഘട്ടത്തിലാണ് ഇവരൊന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം എടുത്തത്. ഈ സാഹചര്യത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെടുക്കുന്നത്. നഞ്ചക്ക് ഉപയോഗിച്ച് തലയൊട്ടി തകർത്താണ് ഷഹബാസിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ പോലും മരണത്തിന് കാരണമാകുന്ന ആ ആഘാതമാണ് അങ്ങനെയെങ്കിൽ പോലീസ് സംശയിക്കുന്നത് പോലെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് മുതിർന്നവർ പ്രേരണയായിട്ടുണ്ട് എന്ന് പോലീസ് കരുതുന്നുണ്ടല്ലോ. കാരണം ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥിയുടെ പിതാവിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണ്. അങ്ങനെ ആരുടെയെങ്കിലും പ്രേരണ, മാതാപിതാക്കളുടെ പ്രേരണയിലാണോ അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണോ ഷഹബാസിനെ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിച്ചത്? അതാണിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ നഞ്ചക്ക് പിതാവിൻ്റെ പക്കലുണ്ടായിരുന്നതാണ്. അത് ഈ കുട്ടിക്ക് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ അത് ഇയാൾ തന്നെ കൈമാറിയതാണോ, അല്ലെങ്കിൽ അയാൾ അറിയാതെ കുട്ടി എടുത്തുകൊണ്ട് പോയതാണോ, അതല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് തന്നെ നൽകിയതാണോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം പുറത്തുള്ള മറ്റാളുകൾ, ഇതുപോലെ കൊട്ടേഷൻ സംഘങ്ങളോ അല്ലെങ്കിൽ മയക്കുമരുന്ന് സംഘങ്ങളോ ആയിട്ടും ഈ കുട്ടികൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്തരം മുതിർന്ന ആളുകൾ കൂടി ഈ കേസിൽ പ്രതിയാകുന്ന ഒരു സാഹചര്യം വരും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘർഷത്തിന് തുടർച്ചയായാണ് ഷഹബാസിനെതിരെയുള്ള ആക്രമണം ഉണ്ടായത്. അപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചൊരു ആസൂത്രണം നടന്നുവെന്ന് നേരത്തെയുള്ള വോയിസ് മെസ്സേജുകൾ, നമ്മൾ പുറത്തു വന്ന ലീക്കായിട്ടുള്ള മെസ്സേജുകളുണ്ടല്ലോ, അതെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, കുറച്ചുകൂടി ആഴത്തിലുള്ള വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിൽ ലഭ്യമാണ്. അതുപ്രകാരമാണ് ഇപ്പോൾ പുതിയൊരു കുട്ടിയെ കൂടി ഈ കേസിൽ പ്രതിയാക്കുന്നത്. ഈ കുട്ടികളെല്ലാം തന്നെ ഈ ജുവനൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ ഈ കുട്ടിയെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും കുട്ടിയെ എങ്ങനെയാണ് ഇനി തുടർന്നുള്ള പരീക്ഷ എങ്ങനെ എഴുതാം. 10ാം ക്ലാസ്സുകാരനാണ്. മറ്റു കുട്ടികൾ 5 കുട്ടികളും ജുവനൈൽ ഹോമിൽ, അതായത് വെള്ളിമാട് ജുവനൈൽ ഹോമിൽ വെച്ചാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷാ കേന്ദ്രം 2 തവണ മാറ്റേണ്ടി വന്നു ഈ കുട്ടിയെ പരീക്ഷ എഴുതിക്കാൻ. പുറത്ത് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതില്ല എന്ന് പരീക്ഷാ ഭവൻ്റെയും കൂടി തീരുമാനത്തിൽ അവരോട് കൂടി ആലോചിച്ചാണ് ഇക്കാര്യത്തിൽ പരീക്ഷാ കേന്ദ്രം ജുവനൈൽ ഹോമിലാക്കുന്നത്. തീർച്ചയായും സജീവ്, നിലവിൽ ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്ന് പോലീസ് കരുതുന്നു. അതോടൊപ്പം മുതിർന്നവർ ഈ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ
മാതാപിതാക്കളുടെ അറിവ് അല്ലെങ്കിൽ അവർക്കും ഇതിൽ പ്രേരണയോ പങ്കോ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ സ്വാഭാവികമായും മുതിർന്നവർക്കെതിരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി വേണ്ടതല്ലേ? കൂടുതൽ പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിലുള്ള ചോദ്യം ചെയ്യൽ നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വ്യക്തമായ സൂചനകൾ ലഭിച്ചാൽ മുതിർന്നവർക്കെതിരെയും കേസെടുക്കുമെന്നാണ് പോലീസ് സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അത് ഈ കുട്ടികളുടെ ഐഡന്റിറ്റി പുറത്താവാത്ത തരത്തിൽ കേസിൽ പ്രതി ചേർക്കുന്നതായിരിക്കും പോലീസിന്റെ നടപടി. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളുടെ വിവരങ്ങൾ പുറത്ത് അറിയിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവാണെങ്കിൽ പോലും അവരുടെയൊക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിലുള്ള നടപടിയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ഈ കുട്ടികളുടെ മാതാപിതാക്കളും ഒപ്പം പുറത്തുള്ള ഇവരുമായി ബന്ധമുള്ള മറ്റ് മുതിർന്ന ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആദ്യം CCTV നിരീക്ഷണമാണ് പോലീസ് ശക്തമാക്കിയത്. നേരത്തെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഏരിയയിലുള്ള എല്ലാ CCTVയും പരിശോധിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഇവർ തമ്മിലൊക്കെ ആരൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. ആ ചോദ്യം ചെയ്യൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതി ചേർക്കുന്ന അടക്കമുള്ള ആദ്യം കസ്റ്റഡിയിലെടുക്കും, പിന്നീട് പ്രതി ചേർക്കുന്ന ഇതോടൊപ്പം അറിയേണ്ടത് നമുക്കറിയാം ഈ 2025 തുടങ്ങിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളും കുട്ടികളും ഒക്കെ പ്രതികളായിട്ടുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് താമരശ്ശേരിയിലാണ്. ഇന്നലെയാണ് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ സഹോദരൻ അനുജനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ 2025 ആദ്യം, അതായത് ജനുവരി മാസം ആദ്യം തന്നെ ഒരു ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തിയ വാർത്ത കേട്ടതും താമരശ്ശേരിയിലാണ്. ഈ ഒരു വിഷയത്തിൽ ഈ തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ലഹരി കേസുകളുടെ പശ്ചാത്തലത്തിൽ പോലീസ് എത്രത്തോളം പരിശോധനകൾ ഈ താമരശ്ശേരിയും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്? ടോം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം താമരശ്ശേരി കൊടുവള്ളി മേഖലകളിലെല്ലാം തന്നെ സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വലിയ ഡീലിങ്സ് നടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ട്. അതായത് സ്വർണം കടത്താനായി കുട്ടികളുടെ യൂണിഫോമിലുള്ള കുട്ടികളുടെ ബാഗിൽ സ്വർണം കടത്തുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ മയക്കുമരുന്ന് കടത്തുന്നതിനും ഇത്തരം കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിൽ പോലും പോലീസിൻ്റെ പക്കൽ ഇത്തരം വിവരങ്ങൾ ലഭ്യമാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ലഹരിക്ക് അടിമയായ ആളുകൾ, ലഹരി വ്യാപാരവും അതിനൊപ്പം തന്നെ ലഹരിക്ക് അടിമയാവുന്ന ആളുകളുടെയും എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ മേഖലയിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലകളിൽ ക്രിമിനൽ സംഭവങ്ങൾ കൂടുതൽ അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെ ഈ കുട്ടികളുടെ കാര്യത്തിലും ഇപ്പോൾ ഇത് പ്രതി ചേർക്കപ്പെട്ട കുട്ടികളുടെ കാര്യത്തിലും എല്ലാം തന്നെ അവരുടെ കൂട്ടുകാരുടെ കാര്യത്തിലും എല്ലാം തന്നെ പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലഹരി മാഫിയ, അതുപോലെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങൾ, നേരത്തെ ടോം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ മേഖലയിൽ സ്വർണം പൊട്ടിക്കൽ, അതുപോലെ സ്വർണ്ണക്കടത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. ആ ആളുകളുമായിട്ടൊക്കെ ഈ കുട്ടികൾക്ക് ബന്ധമുണ്ടോ? അതായത് കുട്ടികളുടെ ബന്ധമല്ല, സത്യത്തിൽ ഈ കുട്ടികളെ ഇരയാക്കാൻ അല്ലെങ്കിൽ വലയിൽ വീഴ്ത്താൻ അത്തരം ആളുകൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വരുന്ന ഒരു പ്രായത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അവർക്ക് ആ സാഹചര്യം ഒരുക്കി കൊടുത്ത അവരുടെ മനോനില, ഇന്നലെ ബൈജു SP പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടികളുടെ മനോനില തന്നെ വേറൊരു രീതിയിലാണ്. കുട്ടികളുടെ മനസ്സല്ല ഈ പ്രതികൾക്കുള്ളത് എന്നാണ്. ആ നിലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയത് എന്താണെന്നുള്ളത് കൗൺസിലർമാരെ വെച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഇപ്പോഴുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ വിപുലമായ ഒരു പരിശോധനയും അന്വേഷണവുമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. വ്യക്തമാണ്. സജീവ് C. വാര്യരാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. സജീവ് സൂചിപ്പിച്ചതുപോലെ ഇത് കുടുംബങ്ങളിലെ സാഹചര്യങ്ങളടക്കം ഒരുപക്ഷെ ഈ കുട്ടികളെ, വിദ്യാർത്ഥികളെ ഇതിൽ അക്രമവാസനയിലേക്ക് അല്ലെങ്കിൽ ലഹരിക്ക് അടിമകളാക്കാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടായിരിക്കാം. കൃത്യമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെയും അതോടൊപ്പം മാതാപിതാക്കളുടെയും ഇടപെടൽ ഈ വിഷയങ്ങളിൽ ആവശ്യമാണ്.